നമസ്കാരം. റാഫ് ടോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. ഫുട്ബോൾ കളത്തിലെ എക്കാലത്തെയും മികച്ച താരത്തെ ഗോട്ടിനെ ഡിസ്റെസ്പെക്റ്റ് ചെയ്യരുത്. ഇത് എറിക് ടെൻ ഹാഗിനുള്ള പാഠമാണ്. എറിക് ടെൻ ഹാഗ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ വെറും ഒരു മൺതരിയെ പോലെയാണ് ട്രീറ്റ് ചെയ്തത്. ഒടുവിൽ എന്താ സംഭവിച്ചത്? ടെൻ ഹാഗ് സാക്ക് ചെയ്യപ്പെട്ടു. അതേസമയം റോബർട്ടോ മാർട്ടിനസ് എന്താ ചെയ്തത്? ക്രിസ്ത്യാനോ റൊണാൾഡോ അർഹിക്കുന്ന ബഹുമാനം കൊടുത്ത് ട്രീറ്റ് ചെയ്തു. ഇപ്പോൾ അദ്ദേഹം ഇതാ കിരീടം ചൂടിയിരിക്കുകയാണ്. പറയുന്നത് പിയേഴ്സ് മോർഗനാണ്. ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ ഉറ്റ സുഹൃത്തു കൂടിയായിട്ടുള്ള പിയേഴ്സ് മോർഗനെ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും. അദ്ദേഹവുമായിട്ട് നൽകിയിട്ടുള്ള ഇൻ്റർവ്യൂവിലാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ എറിക് ടെൻ ഹാഗിനെതിരെ ആഞ്ഞടിച്ചത്. അതിൻ്റെ ഫലമായിട്ടാണ് പിന്നീട് മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ നിന്ന് അദ്ദേഹം പുറത്തേക്ക് പോകുന്നതും അൽ നസറിൽ ജോയിൻ ചെയ്യുന്നതും. സംഭവങ്ങൾ എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ട് ഞാൻ വീണ്ടും വിശദീകരിക്കുന്നില്ല. പിയേഴ്സ് മോർഗൻ ഇപ്പോൾ യുവേഫ നേഷൻസ് ലീഗിൽ ക്രിസ്ത്യാനോ റൊണാൾഡോയും സംഘവും മുത്തമിട്ടതിന് ശേഷം തൻ്റെ സോഷ്യൽ മീഡിയയിൽ കുറിക്കുന്ന വാക്കുകൾ നോക്കുക. എറിക് ടെൻ ഹാഗ് ക്രിസ്ത്യാനോ റൊണാൾഡോയെ ഒരു മൺതരിയെ പോലെ, ഒരു ചെളിയെ പോലെ, ഒരു ഡേർട്ടിനെ പോലെയാണ് ട്രീറ്റ് ചെയ്തത്. എന്നിട്ട് യുണൈറ്റഡിൽ നിന്ന് പുറത്തേക്ക് ഓടിച്ചു. റോബർട്ടോ മാർട്ടിനസോ ക്രിസ്ത്യാനോയെ സപ്പോർട്ട് ചെയ്തു. തൻ്റെ പോർച്ചുഗീസ് ടീമിൻ്റെ മെയിൻ മാനാക്കി 40ാമത്തെ വയസ്സിലും അദ്ദേഹത്തെ പ്രതിഷ്ഠിച്ചു. ഫലമോ ഒരാൾ ഇതാ സാക്ക് ചെയ്യപ്പെട്ടു, പുറത്തായി, ജോലി നഷ്ടപ്പെട്ടു. എന്നാൽ മറ്റേയാളോ കിരീടം ചൂടിയിരിക്കുകയാണ്. ഇതിൽ നിന്ന് പഠിക്കേണ്ട ഒരു ഗുണപാഠമുണ്ട്. ഡോണ്ട് ഡിസ്റെസ്പെക്ട് ദി ഗ്രേറ്റസ്റ്റ് ടു എവർ പ്ലേ ദി ഗെയിം. ഈ ഗെയിം കളിച്ച എക്കാലത്തെയും മികച്ച താരത്തെ ഒരിക്കലും നിങ്ങൾ അപമാനിക്കരുത്. ഗോട്ടിനെ ഡിസ്റെസ്പെക്ട് ചെയ്യരുത്. മിസ്റ്റർ ടെൻ ഹാഗ്, ഗോട്ടിനെ റെസ്പെക്ട് ചെയ്യാൻ പഠിക്കണോ? വീഡിയോ അവസാനിക്കുന്നു. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് വീണ്ടും എത്താം.